ഒഡീഷയുടെ തനത് നൃത്തകലാരൂപമായ ഗോട്ടിപ്പുവ പെരുമ്പാവൂരുകാർക്ക് ആസ്വാദ്യവും അതിലേറെ അത്ഭുതവുമായി. രായമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ നൃത്തരൂപം അരങ്ങേറിയത്. വളയഞ്ചിറങ്ങര വായനശാല അങ്കണം ഇതിന് വേദിയായി. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സംസ്കാരങ്ങളും കലാരൂപങ്ങളും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന സ്പിക്മാക്കയുടെ നേതൃത്വത്തിലാണ് ഒഡീഷയിലെ കലാകാരന്മാർ പെരുമ്പാവൂരിൽ എത്തി തങ്ങളുടെ തനത് കലാരൂപമായ ഗോട്ടിപ്പുവ അവതരിപ്പിച്ചത്. ഓരോ സംസ്ഥാനങ്ങളിലും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളെ അതിൻ്റെ തനിമ ചോരാതെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ തങ്ങളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇവർ പെരുമ്പാവൂർ വളയഞ്ചിറങ്ങര വായനശാലയിൽ എത്തിയത്. വിവിധ ഭാവങ്ങളും മുദ്രകളും ചടുല ചലനങ്ങളും ആയോധന മുറകളുമായി കലാകാരന്മാർ അരങ്ങ് തകർത്തപ്പോൾ അത് കാണികളിലും വലിയ ആശ്ചര്യം ഉണർത്തി. 10 മുതൽ 15 വയസ്സ് വരെ മാത്രം പ്രായക്കാരായ ആൺകുട്ടികളാണ് പെൺവേഷം കെട്ടി അരങ്ങിൽ എത്തിയത്. ഒന്നിനു മുകളിൽ ഒന്നായി ഇവർ വേദി കീഴടക്കിയപ്പോൾ ശ്വാസം അടക്കിപ്പിടിച്ചാണ് കുട്ടികളും മുതിർന്നവരും ഇത് ആസ്വാദ്യമാക്കിയത്. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അരങ്ങേറി വന്നിരുന്ന ദേവദാസി നൃത്തമാണ് പിന്നീട് ഗോട്ടിപ്പുവയായത്. ദേവദാസി നൃത്തം ഒരു കാലത്ത് നിലച്ചുപോയി. പിന്നീട് ചടങ്ങുകൾ മാത്രമായി നിലനിർത്തുന്നതിന് വേണ്ടി ആൺകുട്ടികളെ പെൺവേഷം കെട്ടിച്ച് ഇത് തുടർന്നു പോരുകയായിരുന്നു. ഗോട്ടി എന്നാൽ ഒന്ന് എന്നും പുവ എന്നാൽ കുട്ടികളെന്നുമാണ് അർത്ഥം വരുന്നത്. ഒരു കുട്ടിയിൽ തുടങ്ങിയ ഗോട്ടിപ്പുവ ഇപ്പോൾ കലാകാരന്മാരുടെ ഒരു സംഘമാണ് അവതരിപ്പിക്കുന്നത്. ഭുവനേശ്വറിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പെരുമ്പാവൂരിൽ എത്തിയത്. സ്പിക്മാക്ക എന്നുള്ളത് അറിവിനോടൊപ്പം അല്ലെങ്കിൽ അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവാണ് നല്ല കുട്ടികളായി വളരാൻ വേണ്ടിയിട്ടും നല്ല വ്യക്തികളായിട്ട് സമൂഹത്തിൽ ജീവിക്കാനും വേണ്ടിയിട്ടും നമുക്ക് അത്യാവശ്യം. അപ്പോൾ അറിവിനോടൊപ്പം തിരിച്ചറിവ് കൂടി കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ് സ്പിക്മാക്കയുടെ പ്രധാന ലക്ഷ്യം. അതിലേറ്റവും നല്ല ഉപാധി ഈ കലാരൂപങ്ങളാണ്. ഇന്ത്യയിൽ ഇതൊരു കൾച്ചറൽ എക്സ്ചേഞ്ചും കൂടിയാണ്. മറ്റു സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങൾ കേരളത്തിലേക്ക് വരും, അതേപോലെ കേരളത്തിലെ കലാരൂപങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകുന്നു. പഞ്ചദേവസ്തുതിയോടെ തുടങ്ങിയ നൃത്താവിഷ്കാരം നാമെല്ലാം ഭാരതീയർ എന്ന സന്ദേശം പകർന്നു നൽകിയാണ് സമാപിച്ചതും. പിന്നീട് നൃത്തം കാണാനെത്തിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ കലാകാരന്മാർ ഗോട്ടിപ്പുവയുടെ രീതികൾ പരിചയപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് ഒരു പുതിയ കലാരൂപം, നമ്മുടെ ഭാരതീയ സംസ്കാരം വ്യാപിച്ചു കിടക്കുകയാണ്. അതിൽ ഒറീസയിൽ നിന്നുള്ള ഗോട്ടിപ്പുവ എന്ന് പറയുന്ന ട്രഡീഷണൽ സംഘനൃത്തം പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും നല്ല പ്രതികരിച്ച കുട്ടികളുണ്ടായിരുന്നു. അവർ വളരെ ആസ്വദിച്ച് ഈ കലാരൂപത്തെ പരിചയപ്പെടുകയും അത് മാത്രമല്ല അവർ വളർന്നു വരുമ്പോൾ ഇതുപോലെ മറ്റ് കലാരൂപങ്ങൾ പരിചയപ്പെടുന്നതിനൊക്കെ അവർക്കൊരു പ്രചോദനം നൽകുന്ന ഒരു പരിപാടിയായി മാറി.